ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ലഭിക്കാത്ത ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. FSDLന് മുന്നിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. പക്ഷേ അതും FSDL നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. സാധാരണ ISL സെപ്റ്റംബർ മാസത്തിലാണ് തുടങ്ങാറുള്ളത്. എന്നാൽ ഇത്തവണ വൈകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതല്ല, ഇനി ISL അടുത്ത സീസണിൽ ഉണ്ടാകില്ല എന്ന ആശങ്ക പോലും ഇപ്പോൾ പല ആരാധകർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ എല്ലാവരും തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ താൽക്കാലികമായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിടെ ആശിഷ് നേഗി മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. മോഹൻ ബഗാൻ കൃത്യമായ രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രീ സീസൺ ആരംഭിക്കാൻ വേണ്ടിയുള്ള തീയതി അവർ ഇന്റേണൽ ആയിക്കൊണ്ട് കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഓഗസ്റ്റിലെ ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ മോഹൻ ബഗാൻ തങ്ങളുടെ പ്രീ സീസൺ ക്യാമ്പ് ആരംഭിക്കും എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടീമിന്റെ പ്രീ സീസൺ ആണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, വരുന്ന ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ റിസർവ് ടീമാണ് കളിക്കുന്നത്. അതേസമയം ഫസ്റ്റ് ടീമിന്റെ ഒരുക്കങ്ങൾ ഓഗസ്റ്റിലെ ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ നടക്കും എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ജൂലൈ 31 തീയതിയാണ് മോഹൻ ബഗാൻ ഡ്യൂറന്റ് കപ്പിലെ ആദ്യത്തെ മത്സരം കളിക്കുന്നത്. എതിരാളികൾ മറ്റൊരു ISL ക്ലബ്ബായ മുഹമ്മദൻ SC ആണ്. അതിനുശേഷം ഓഗസ്റ്റ് 4 തീയതി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് SCയെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 9 തീയതി ഡയമണ്ട് ഹാർബറിനെയും മോഹൻ ബഗാൻ നേരിടും. അങ്ങനെയാണ് ഡ്യൂറന്റ് കപ്പിലെ അവരുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത്. എന്നാൽ റിസർവ് ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.